ആർക്ക് വേണേലും ഉത്തരം തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇപ്പഴേ ബസറടിക്കരുത്. അത് ഉന്നം വെച്ചേക്കണം. ചക്രമില്ലാത്ത ഈ കാർ വെള്ളം നിറച്ച് ഓടി. ഏത് കാർ? വെറുതെ പ്രസ് കൈ പിടിച്ച് പറയൂ, ഉത്തരം പറയൂ. മഴക്കാർ. ആണാ? കണ്ടുപിടിച്ച് കളഞ്ഞ കള്ളി. മഴക്കാർ ശരിയായ ഉത്തരം. അപ്പോ ഗ്രോസറി സെക്ഷനിൽ നിന്നാണ് ആരാണ് പോണേ? ചേച്ചി ഷോപ്പിംഗ് റെഡി. 1000 രൂപന്റെ താഴെയല്ലേ എടുക്കണ്ടേ? 1000-ന് താഴെ 30 സെക്കൻഡ് സമയം, 1000 രൂപ. ഓക്കെ, ഓടൂ, വാരൂ, നേടുകോ. രൂപയ്ക്ക് താഴെയുള്ളത് എന്തും എടുക്കാം. ആ ഷെൽഫിലേക്ക് കൊണ്ട് സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കുക. അയ്യോ, സമയായോ? എന്ത് വേണം എടുക്കാം. 1000 രൂപയ്ക്ക് താഴെ ആയാൽ മതി. 2 സെക്കൻഡ് ബാക്കിയുണ്ട്. പെട്ടുപോയി എന്ന് വിചാരിച്ചു ഞാൻ. ആഹാ, നിറയെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ 1000-നകത്ത് നിൽക്കോ? ഇതെനിക്ക് ഉറപ്പ്. സായിച്ചേട്ടനുണ്ട്. ബാക്കിയൊക്കെ ചേച്ചി എടുത്തതിൽ ചേച്ചി അങ്ങനെ സ്വാർത്ഥത കാണിച്ചില്ല. ഇത് സായിച്ചേട്ടൻ നോമ്പ ചേച്ചി. ഓക്കെ, ആദ്യം അച്ചാറിന്റെ വിലയിൽ തുടങ്ങാം അല്ലേ? 99 രൂപ. ഓടി ക്ഷീണിച്ചത് ആ പച്ച കളറിൽ തന്നെയുള്ള സാധനം ഗ്ലൂക്കോൺ-ഡി. അത് ബില്ലടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ കൊടുത്തേരും. നല്ല കഥപ്പുണ്ട്. 38. അപ്പൊ 137ആയി. 120. അപ്പൊ 137-ഉം 120-ഉം 257. പഞ്ചസാരയുടെ വില എത്രയായിരിക്കും? ഒരു 55-60 വരും. 56. സൂപ്പർ. 313 ബ്രൂ കോഫി. കാപ്പിയായി, ചായ പഞ്ചസാരയായി, വെള്ളം പിന്നെ നമുക്ക് ഫ്രീ ആണല്ലോ. 280. 590 ആയിട്ടില്ല. വിം 44. 637 അല്ലേ? 637. സാമ്പാർ വയ്ക്കാം. 120. 637-ഉം 120-ഉം 757. ഇനിയുണ്ടോ? ഏയ്, കിട്ടിയ സമയം പാഴാക്കിയില്ല. 757-ഉം 204-ഉം 961. ഇനിയുണ്ടോ? അയ്യോ, ഇനി ഒന്നും സംഭവിക്കില്ലായിരുന്നു, കാരണം ഇത് 2 എടുത്തുപോയി. അതുകൊണ്ട് നേരത്തെ പ്രില്ലായിരുന്നു, ഇനി വിമ്മിന്റെയും കൂടി വില നോക്കാനുണ്ട്. 961. ഇത് 40-ന് താഴെ നിന്നാൽ ചേച്ചി ഈ സാധനം മുഴുവൻ കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ പോകും. എന്റെ കിട്ടും. 30 രൂപ. ഫുൾ. ഇതിന്റെ ഒരു ഫുൾ കണക്ക് കാണിച്ചേ കൃത്യമായിട്ട്. 991.